സംസ്ഥാനത്ത് കേരള സിലബസിലെ സ്കൂൾ തല ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. യൂട്യൂബ് ചാനൽ വഴിയാണ് ചോദ്യപേപ്പർ പ്രചരിക്കുന്നത്. ചോദ്യപേപ്പർ സംസ്ഥാനത്തിന് പുറത്താണ് അച്ചടിക്കുന്നത്. ഇപ്പോഴുണ്ടായ ഗുരുതര പ്രശ്നമാണെന്നും കുറ്റവാളികളെ കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഇതു സംബന്ധിച്ച് DGPക്ക് മന്ത്രി പരാതി നൽകി. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിൽ DGPക്ക് പരാതി നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ചോദ്യപേപ്പർ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. ചോദ്യപേപ്പർ അച്ചടിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ്. ഗുരുതര പ്രശ്നമാണ് സംഭവിച്ചത്. കുറ്റവാളികളെ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, +1 കണക്ക് ചോദ്യപേപ്പറുകളാണ് യൂട്യൂബിൽ പ്രചരിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റം നടപടി സ്വീകരിക്കുവാൻ എല്ലാ AUമാർക്കും DUമാർക്കും രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം അത് അന്വേഷണം നടത്താം, കസ്റ്റമർ നടപടി സ്വീകരിക്കാം. എന്ന് മാത്രമല്ല, ഇതിന്റെ അന്വേഷണം അവരിലേക്ക് വ്യാപിക്കും. അവരിലൂടെയാണല്ലോ ഇത് പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ട അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും ഇവരുടെ വിവരം സർക്കാർ ശേഖരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ട്യൂഷൻ സെന്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് പ്രാഥമിക നിഗമനമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം പരീക്ഷ മാറ്റിവെക്കണമോ എന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച തീരുമാനമെടുക്കും. ജനം, തിരുവനന്തപുരം. സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകൾ വൈകുന്നത് പ്രതിഷേധാർഹമെന്ന് വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം. സംസ്കൃതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ട നടപടികൾ എടുക്കേണ്ട സർക്കാരിൽ നിന്ന് അതിന് വിരുദ്ധമായ സമീപനങ്ങൾ ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സ്കോളർഷിപ്പ് പരീക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനം ഉടനടി ഉണ്ടാകണമെന്നും സംസ്കൃത ഭാരതി വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PK ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്കൃത പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് സ്കോളർഷിപ്പ് പരീക്ഷകൾ. ഈ സ്കോളർഷിപ്പ് പരീക്ഷകൾ നടത്തണോ നടത്തണ്ടയോ എന്നുള്ള ആലോചനയാൽ ആണിപ്പോൾ സർക്കാർ. ഇത് അപലപനീയമാണ്. സംസ്കൃത ഭാരതി ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. സംസ്കൃതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ട നടപടികൾ എടുക്കേണ്ട ഒരു സർക്കാർ അതിന് അനുകൂലമല്ലാതെ അതിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഈ അവസ്ഥ ഒട്ടും ആശാസ്യമല്ല. സംസ്കൃത ഭാരതിയുടെ പേരിലുള്ള പ്രതിഷേധം, വളരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്.